ഏറെ പ്രതീക്ഷകളോടെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വൻ തയ്യാറെടുപ്പ് നടത്തുന്ന സ്പേസ് എക്സിന് നിരാശയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭ്രമണപഥത്തിലൂടെ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഫാൽക്കൺ 9 റോക്കറ്റുകൾ വിക്ഷേപണത്തിന് ശേഷം തിരിച്ച് കടലിൽ ഡ്രോൺ ഷിപ്പുകളിൽ ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ പൊട്ടിത്തെറിയും തീയുമൊക്കെയാണ് ഫെഡറൽ ഏവിയേഷനെ ഇപ്പോൾ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. നേരത്തെ ഹീലിയം വാതക ചോർച്ച മൂലം മാറ്റിവെച്ച പോളാരിസ് ഡോൺ ബഹിരാകാശ ദൗത്യം സ്പേസ് എക്സ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം അത് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. ഇതോടെ മലയാളിയായ അനിൽ മേനോന്റെ ഭാര്യ അന്ന മേനോൻ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന പോളാരിസ് ഡോൺ ദൗത്യവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നേരത്തെ 2 ഡസനോളം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ ശരിയായ രീതിയിൽ വിന്യസിപ്പിക്കുന്നതിൽ സ്പേസ് എക്സ് പരാജയപ്പെട്ടിരുന്നു. ലോ എർത്ത് ഓർബിറ്റലിൽ കസ്റ്റമേഴ്സിന് അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിനായി സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ഇപ്പോൾ ഏകദേശം 6000-ൽ പരം ഉപഗ്രഹങ്ങളുണ്ട്. 2 മാസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഫാൽക്കൺ റോക്കറ്റുകൾ ഫെഡറൽ ഏവിയേഷൻ ഗ്രൗണ്ട് ചെയ്യിപ്പിക്കുന്നത്. പോളാരിസ് ഡോൺ പോലെ തന്നെ അടുത്ത മാസം 2 ബഹിരാകാശ സഞ്ചാരികളുമായി സ്പേസ് എക്സ് നടത്താനിരുന്ന മറ്റൊരു ദൗത്യവും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.